അടുത്തത്, ചെറിയൊരു മഴ പെയ്താൽ പോലും കേരളത്തിലെ ഡാമുകൾ നിറയുന്ന അവസ്ഥയാണ്. പതിറ്റാണ്ടുകളായി ഡാമുകളുടെ അടിത്തട്ടിൽ ചെളിയും മണലും അടിഞ്ഞുകൂടി കിടക്കുന്നു. തങ്ങളുടെ കീഴിലുള്ള ഡാമുകളിലെ മണൽ വാരൽ എന്ന ആശയം സ്വന്തം നിലയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട അനുഭവമാണ് ജലസേചന വകുപ്പിനും KSEBക്കുമുള്ളത്. ഡാമിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മണലിൻ്റെ അളവിനെക്കുറിച്ച് ഇതുവരെ യാതൊരു പഠനവും നടത്തിയിട്ടില്ല. ജലസേചന വകുപ്പിൻ്റെ 16 ഡാമുകളിലായി 150 ദശലക്ഷത്തിലധികം ഘനമീറ്റർ ചെളിയും മണലും അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ലോവർ പെരിയാർ ഡാമിലെ മണൽ നീക്കാൻ 2010 മുതൽ KSEB ശ്രമം തുടങ്ങിയിരുന്നു. പക്ഷേ വനം വകുപ്പ് അനുമതി നൽകാത്തതുകൊണ്ട് ആ ശ്രമം പരാജയപ്പെട്ടു. ജലസേചന വകുപ്പ് മംഗലം ഡാമിലെ മണൽ നീക്കാനുള്ള ശ്രമങ്ങൾ 2017 തുടങ്ങുകയും ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ടെൻഡറിൽ പങ്കെടുത്തത് ഒരു കമ്പനി മാത്രമായിരുന്നു. പിന്നീട് ഈ പദ്ധതി നടന്നതുമില്ല. 2018 പാലക്കാട് ജില്ലയിലെ മംഗലം ഡാമിൽ നടത്തിയ പരിശോധനയിൽ 2.95 ദശലക്ഷം ഘനമീറ്റർ മണലും ചെളിയുമുണ്ടെന്ന് കണ്ടെത്തി. ചുള്ളിയാർ ഡാമിലാകട്ടെ 1.13 ഘനമീറ്റർ മണലും ചെളിയുമുള്ളതായും കണ്ടെത്തി. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മലമ്പുഴ ഡാമിൽ ഖനനം നടത്തിയെങ്കിലും അഴിമതി ആരോപണം ഉയർന്നതോടെ തുടക്കത്തിൽ തന്നെ ആ ശ്രമം ഉപേക്ഷിച്ചു. 2018 പ്രളയം കേരളത്തിലെ ചരിത്രത്തിലെ തന്നെ മായാത്ത ഒരു മുറിവാണ്. നിരവധി ആളുകൾക്ക് ജീവനും കിടപ്പാടവും നഷ്ടപ്പെട്ടു. ആ പ്രളയത്തിൽ 2018 പതിവിൽ നിന്നും കൂടുതൽ മഴയാണ് കേരളത്തിൽ പെയ്തത്. വ്യക്തമായി പറഞ്ഞാൽ 41.44% അധികം മഴ. അന്ന് പമ്പയിലെ 9 ഡാമുകൾ ഒരുമിച്ച് തുറന്നതാണ് പ്രളയത്തിൻ്റെ ഒരു കാരണം. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ 11 ഡാമുകളാണ് തുറന്നത്. ചാലക്കുടി പുഴയിലെ 6 ഡാമുകൾ തുറന്നു. 2018 ജൂൺ 9 സെക്കൻഡിൽ 50,000 ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുക്കിയ സ്ഥാനത്ത് പിറ്റേന്ന് 10-ാം തീയതി ഒഴുക്കേണ്ടി വന്നത് 7.5 ലക്ഷം ഘന ലിറ്റർ വെള്ളമാണ്. 2013 മഴക്കെടുതി മുൻകൂട്ടി കണ്ട ഉമ്മൻചാണ്ടി സർക്കാർ ഡാമുകൾ നേരത്തെ തുറക്കുകയും വൈദ്യുതി ഉൽപ്പാദനം കൂട്ടി ജലനിരപ്പ് താഴ്ത്തി നിലനിർത്തുകയും ചെയ്തു. പക്ഷേ 2018 അതുണ്ടായില്ല. ജൂൺ 10-ാം തീയതി തന്നെ പെരിങ്ങൽകുത്ത് ഡാം നിറഞ്ഞു. മലമ്പുഴ ഡാമിൻ്റെ ഷട്ടർ ആദ്യം 30 സെൻറ്റിമീറ്ററും പിന്നീട് 180 സെൻറ്റിമീറ്ററും ഉയർത്തി. ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ 4 ഷട്ടറുകൾ മുന്നറിയിപ്പില്ലാതെ 230 സെൻറ്റിമീറ്റർ ഉയർത്തി. തമിഴ്നാട്ടിലെ നീരാർ, വെച്ചുമരം, അപ്പർ ഷോളയാർ, തുണക്കടവ്, പെരുവാരിപ്പള്ളം, പറമ്പിക്കുളം എന്നീ ഡാമുകളിൽ നിന്നൊക്കെ വെള്ളം തുറന്നുവിട്ടതും 2018 പ്രളയത്തിന് കാരണമായിരുന്നു. കേരളം ഇന്ന് പ്രധാനമായും നേരിടുന്ന 2 തരം പ്രതിസന്ധികളുണ്ട്. അതിലൊന്ന് മഴ പെയ്താൽ ഡാമുകൾ നിറയുന്നതും ഷട്ടറുകൾ തുറക്കേണ്ടി വരുന്നതും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുന്നതുമാണ്. രണ്ടാമത്തേത് നിർമ്മാണ മേഖലയിൽ മണലിൽ നേരിടുന്ന അതിരൂക്ഷമായ ക്ഷാമം. മണലിന് പകരമുള്ള എം സാൻഡും പി സാൻഡും അടക്കമുള്ള ക്വാറി ഉൽപ്പന്നങ്ങൾ കൂടുതലും എത്തിക്കൊണ്ടിരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. എന്നാൽ തമിഴ്നാട് സർക്കാരിൻ്റെ പുതിയ വിലക്ക് കാരണം അതും നിലച്ച മട്ടാണ്. ഈ പറഞ്ഞ 2 പ്രശ്നങ്ങൾക്കും ഫലപ്രദമായി പരിഹാരം കാണാൻ നമുക്ക് കഴിയും. കേരളത്തിലെ ഡാമുകളിൽ പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടി കിടക്കുന്ന മണ്ണും മണലും ചെളിയും ശാസ്ത്രീയമായി നീക്കം ചെയ്യുന്നത് ഗുണം ചെയ്യുമോ? ഡാമുകളുടെ സംഭരണശേഷി കൂടുമോ? പ്രളയത്തിൻ്റെ ആഘാതം കുറയുമോ? സർക്കാരിന് സാമ്പത്തികമായി ഗുണമുണ്ടാകുമോ? നോക്കാം. ഒരു ഡാം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ സംഭരണശേഷി കണക്കാക്കിയാണ് രൂപകൽപ്പന ചെയ്യുന്നത്. പക്ഷേ വർഷങ്ങൾ കഴിയുന്തോറും മഴവെള്ളത്തോടൊപ്പം മലകളിലും വനങ്ങളിലും പുഴകളിലും നിന്ന് ഒഴുകിയെത്തുന്ന മണ്ണും മണലും ചെളിയും ഡാമിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടുന്നു. അടിത്തട്ടിൽ മണ്ണും മണലുമൊക്കെ അടിഞ്ഞുകൂടുമ്പോൾ വെള്ളം സംഭരിക്കാനുള്ള ഡാമിൻ്റെ യഥാർത്ഥ ശേഷി ഓരോ കൊല്ലവും കുറഞ്ഞുകൊണ്ടിരിക്കും. ഇടുക്കി, മുല്ലപ്പെരിയാർ, ഇടമലയാർ, മലമ്പുഴ, പെരിങ്ങൽകുത്ത്, കക്കി, ശബരിഗിരി, കുണ്ടള, പേപ്പാറ, അരുവിക്കര, തെന്മല തുടങ്ങി കൂടുതൽ പഴക്കമുള്ള ഈ ഡാമുകളിലൊക്കെ മണ്ണും മണലും ചെളിയും അടിഞ്ഞുകൂടി സംഭരണശേഷി കുറഞ്ഞിട്ടുണ്ടെന്ന് ഇത് സംബന്ധിച്ച് പഠനം നടത്തുന്നവർ വർഷങ്ങളായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചില ഡാമുകളിൽ പതിറ്റാണ്ടുകളായി ഇത്തരത്തിൽ മണലും ചെളിയുമൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഡാമിലും പ്രത്യേക ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തി യഥാർത്ഥ സംഭരണശേഷി എത്ര കുറഞ്ഞിട്ടുണ്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യഘട്ടം. ഉദാഹരണത്തിന് ഒരു ഡാമിന് ആദ്യം 100 TMC വെള്ളം സംഭരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു എന്ന് കരുതുക. കാലക്രമേണ ചെളി അടിഞ്ഞുകൂടി 10% ശേഷി കുറഞ്ഞാൽ 90 TMC വെള്ളം മാത്രമേ ശേഖരിക്കാൻ കഴിയൂ. അതായത് മഴ പഴയ അളവിൽ ലഭിച്ചാലും ഡാം നേരത്തെ നിറയും. ഡാം നേരത്തെ നിറഞ്ഞാൽ ഷട്ടർ തുറക്കേണ്ടി വരും. ഇങ്ങനെ ഷട്ടർ തുറക്കേണ്ടി വരുമ്പോൾ ഡാമിന് താഴെയുള്ള നദികളിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയരും. ഡാമുകളിലെ ചെളിയും മണലും നീക്കുന്നത് കൊണ്ട് മാത്രം
പ്രളയത്തിന് ഒരു പരിഹാരമാകില്ല. അതിശക്തമായ മഴ, കാലാവസ്ഥാ വ്യതിയാനം, നദീതീര കയ്യേറ്റങ്ങൾ, അനധികൃത നിർമ്മാണങ്ങൾ, നഗരങ്ങളിലെ ഡ്രെയിനേജ് തകരാർ, വനനശീകരണം, ഡാം മാനേജ്മെന്റ്, അങ്ങനെ പ്രളയത്തിന് പല കാരണങ്ങളുണ്ട്. എന്നാൽ ഡാമുകളുടെ സംഭരണശേഷി കൂട്ടിയാൽ അധികം വെള്ളം സംഭരിക്കാനും അതുവഴി ഡാമിൻ്റെ ഷട്ടറുകൾ മുന്നറിയിപ്പില്ലാതെയും അടിയന്തരമായും തുറക്കുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാനും കഴിയും. പതിറ്റാണ്ടുകളായി ഡാമുകളുടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മണൽ നീക്കം ചെയ്ത് വിറ്റാൽ സർക്കാരിന് കോടികളുടെ സാമ്പത്തിക ലാഭമുണ്ടാകും. പക്ഷേ ലേല നടപടികളും വിൽപ്പനയുമെല്ലാം സുതാര്യമായിരിക്കണമെന്ന് മാത്രം. ഡാമുകളുടെ അടിത്തട്ടിൽ വലിയ അളവിൽ സിൽറ്റും ചെളിയും ജൈവ വസ്തുക്കളുമൊക്കെ ഉണ്ടായിരിക്കും. ഇവയെ വേർതിരിച്ച് നിർമ്മാണത്തിന് അനുയോജ്യമായ മണൽ വിൽപ്പന നടത്താം. ചെളിയും മണ്ണുമൊക്കെ കാർഷിക ആവശ്യങ്ങൾക്കും ഭൂമി നികത്തലിനും മറ്റും ഉപയോഗിക്കാം. ഇതിനായി ആദ്യം ഓരോ ഡാമിൽ നിന്നും മണ്ണും മണലുമൊക്കെ നീക്കം ചെയ്യുന്നതിൻ്റെ ചെലവ് കണക്കാക്കണം. സർവേ, പരിസ്ഥിതി പഠനം, ഡ്രഡ്ജിംഗ് യന്ത്രങ്ങളുടെ ചെലവ്, ഗതാഗതം, സംസ്കരണം, സംഭരണം, ലേലം തുടങ്ങിയവയ്ക്കൊക്കെ ചെലവുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡാമിൽ നിന്ന് കിട്ടാവുന്ന മണലിൻ്റെ വിപണി മൂല്യം ചെലവിനേക്കാൾ കൂടുതലാണോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ജപ്പാൻ, അമേരിക്ക, സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലെ ഡാമുകളിലൊക്കെ ഇടയ്ക്കിടെ ഈ പ്രക്രിയ നടത്താറുണ്ട്. കാരണം സംഭരണശേഷി കുറഞ്ഞാൽ ഡാമിൻ്റെ പ്രയോജനം കുറയുമെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട്. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലും ചെളി നീക്കം ചെയ്ത് കൃഷിക്ക് ഉപയോഗിക്കുന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഓരോ ഡാമിൻ്റെയും ഇപ്പോഴത്തെ യഥാർത്ഥ സംഭരണശേഷി എത്ര സിൽറ്റ് അടിഞ്ഞിട്ടുണ്ട്, അതിൽ എത്ര ശതമാനം നിർമ്മാണ യോഗ്യമായ മണലുണ്ട്, ഇത് നീക്കം ചെയ്യാനുള്ള ചെലവ് എത്ര, ഇത് വിറ്റാൽ കിട്ടുന്ന വരുമാനം എത്ര, ഇതൊക്കെ ശാസ്ത്രീയമായി തന്നെ കണക്കാക്കണം. അതിനുശേഷം സാമ്പത്തികമായി പ്രയോജനമുണ്ടാകുന്ന ഡാമുകളിൽ ഘട്ടം ഘട്ടമായി നടപ്പാക്കണം. ഇത് ശരിയായ രീതിയിൽ നടപ്പിലാക്കിയാൽ പല ഗുണങ്ങളുണ്ട്. ഡാമുകളുടെ സംഭരണശേഷി കൂട്ടാം, പ്രളയം ഒരു പരിധിവരെ നിയന്ത്രിക്കാം, മണൽ വിൽപ്പന നടത്തി സർക്കാരിന് കോടികളുടെ വരുമാനമുണ്ടാക്കാം. ഇതൊക്കെ ഡീസിൽട്ടിംഗ് ശരിയായ രീതിയിൽ നടപ്പിലാക്കിയാൽ കിട്ടുന്ന ഗുണങ്ങളാണ്. സർക്കാർ സതുദ്ദേശത്തോടെ ഈ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ പ്രതിപക്ഷവും മറ്റു രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി ഇറങ്ങും. കേരളത്തിലെ ഡാമുകളിൽ യഥാർത്ഥത്തിൽ എത്ര സമ്പത്താണ് ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നത്? അതിൻ്റെ കൃത്യമായ ഉത്തരം കണ്ടെത്താൻ സർക്കാർ സമഗ്രമായ പഠനം തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയല്ലേ? ഈ രണ്ട് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കണം.